നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക 2 ഘട്ടങ്ങളിലായി. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് ആദ്യ വോട്ടെടുപ്പ് നടക്കുക. ഡിസംബർ 9-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഉപ്പളയിൽ വീടിന് നേരെ അജ്ഞാതൻ വെടിയുതിർത്ത കേസിൽ വഴിത്തിരിവ്. എയർഗൺ ഉപയോഗിച്ച് 14-കാരനായ കുട്ടിയാണ് വെടിയുതിർത്തത് എന്ന് പോലീസ് കണ്ടെത്തി. ഓൺലൈൻ ഗെയിം കളിച്ച് അതിൽ ആവേശം കണ്ടെത്തിയ കുട്ടി പിതാവിന്റെ തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു. 4-അംഗ സംഘം വീടിന് മുന്നിലെത്തി വെടിയുതിർത്തതായി കുട്ടി മുൻപ് പോലീസിന് മൊഴി നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ ബിജെപിയുടെ പ്രതീക്ഷ വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലെ ജനങ്ങളുടെ ബിജെപി അനുകൂല പൾസാണ് തങ്ങൾക്ക് പൈസ കൊടുക്കാതെ ലഭിക്കുന്ന ഇന്ധനമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ബിജെപിക്ക് കൗൺസിലറെ ഒന്ന് മോഹിക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പോലും കിട്ടുന്ന സ്വീകാര്യത അത് കേരളത്തിന്റെ പൾസാണെന്നും സിനിമയിൽ ഒരു സീൻ വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൈയടിച്ചാൽ ലോകം മുഴുവൻ കൈയടി ലഭിക്കുമെന്ന് പറയുന്ന അതേ തത്വമാണ് രാഷ്ട്രീയത്തിലുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 4 വയസ്സുകാരൻ നാടിന്റെ നൊമ്പരമാകുന്നു. സതീഷ്, സരിത ദമ്പതികളുടെ ഏക മകൻ ആദികൃഷ്ണനാണ് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സങ്കട കാഴ്ചയായി മാറിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ദമ്പതികൾ ആകസ്മികമായി വിട പറഞ്ഞത്. ഇവരുടെ ഏക മകൻ ആദികൃഷ്ണ മണ്ണാറശാല ശ്രീ നാഗരാജ വിദ്യാപീഠം സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. 4 വയസ്സാണ് പ്രായം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജൻസി പരാമർശത്തിനെതിരെ ജൻ സൂരജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ രംഗത്ത്. രാഹുലിന് ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തറിയാമെന്ന് പ്രശാന്ത് കിഷോർ ചോദിച്ചു. രാഹുൽ ഇടയ്ക്ക് മാത്രം ബീഹാറിൽ വരുന്നയാളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു ഘടകമേ അല്ലെന്നും പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.